നിങ്ങൾ ഈ കാണുന്ന കൊയർ ഉണ്ടല്ലോ, ഈ കാണുന്ന കൊയർ വെച്ചിട്ട് മാട്രസ് ചെയ്യുന്ന ഒരു കാഴ്ച, അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. 90 ഡെൻസിറ്റിയുടെ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത് 5 ഷീറ്റ് 7 ഷീറ്റ് അതിന് പല ലേയേഴ്സ് ആഡ് ചെയ്യും. തിക്നെസ് കൂടാനും ഡെൻസിറ്റി കൂടാനും ഒരു 10 മിനിറ്റ്സ് മതി ഒരു മാട്രസ് സ്റ്റിച്ചിങ് കഴിയാൻ വേണ്ടി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റിൽ പോകുന്ന ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മാട്രസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ് വരുന്നത്? ഇതിന് ശേഷം ഇനി ഇത് ഹോട്ട് പ്രസീഡ് കയറുന്ന പ്രോസസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റ് കൊണ്ട് ഒരു 30 പീസ് വെച്ച് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ഫാസ്റ്റ് വർക്ക് ഇവിടെ സ്പ്രിങ്ങിന്റെ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ 2 ടൈപ്പ് സ്പ്രിംഗ് ഉണ്ട്, ഒന്ന് പോക്കറ്റ് സ്പ്രിംഗും ഒന്ന് ബോണൽ സ്പ്രിംഗും. ഇത് പിന്നെ ലാറ്റക്സിന്റെ റീബോണ്ട് എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് കേരളത്തിൽ വേറെ ആരും ചെയ്യണില്ല ഈ ഒരു പ്രൊഡക്റ്റ്. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴക്ക് അടുത്തായിട്ട് മീൻകുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഒരു വലിയൊരു ഫാക്ടറിയാണ് കേട്ടോ. അതായത് മാട്രസ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി. അതും ഏതൊക്കെ ടൈപ്പ് മാട്രസ് നിങ്ങൾക്ക് വേണോ, ഏറ്റവും ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് ഏകദേശം 1 ലക്ഷം വരെയുള്ള മാട്രസ് വരെ ഇവിടെ നിർമ്മിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഇവിടെ ഓരോ മാട്രസ് നിർമ്മിക്കുന്നത്, എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് റോ മെറ്റീരിയൽ ഒക്കെ നമുക്ക് കാണണ്ടേ. നേരെ ലോറ മാട്രസ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള റീബു റോയ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ 2001 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഏകദേശം 23 കൊല്ലം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഏതൊക്കെ മോഡൽ മാട്രസ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഏകദേശം ഒരു 15ഓളം വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് ലോറെ തന്നെ. ഏകദേശം ലാറ്റക്സ് ഫോം വെച്ച്, മെമ്മറി ഫോം വെച്ച്, പിന്നെ ഓർത്തോപീഡിക് മാട്രസ്, കൊയർ ഫോം മാട്രസ്, പോക്കറ്റ് സ്പ്രിംഗ്, ബോണൽ സ്പ്രിംഗ്, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഏത് സ്പെസിഫിക്കേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഹൈബ്രിഡ് മാട്രസ് എന്ന് പറഞ്ഞാൽ ഓർത്തോ ഹൈബ്രിഡും എമാലാറ്റിക്സ് എന്ന് പറഞ്ഞ 2 മോഡൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. 1 കൊല്ലം മുതൽ 10 കൊല്ലം വരെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും നിങ്ങളുടെ പ്രൊഡക്ഷൻ രീതിയാണ്. എന്തൊക്കെ റോ മെറ്റീരിയൽ നിങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതൊക്കെയാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇവിടെയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. നമുക്ക് പ്രൊഡക്ഷൻ കാണാം. ആദ്യമേ ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽ കയറായിട്ട് വരുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ ഈ സംഭവം ചേമ്പറിൽ കയറ്റി ഇതിന്റെ അകത്ത് മോയിസ്ചർ കണ്ടന്റ് കാണും. മോയിസ്ചർ കണ്ടന്റ് ഫസ്റ്റ് മൊത്തം ഉണക്കിയ ഒരു 24 hours എങ്കിലും നമ്മൾ ചേമ്പറിന്റെ അകത്ത് വെച്ച് ഫുള്ള് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് അൺട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് വിടുന്നത്. ഇതിനെ ഇനി അൺട്വിസ്റ്റ് ചെയ്തെടുക്കണം അല്ലേ? ഫസ്റ്റ് ചേമ്പർ ചെയ്യണം. അതിന് സെക്കൻഡ് പ്രൊസീജിയർ ആണ് അൺട്വിസ്റ്റ് ചെയ്യണം. ആ മെഷീനിൽ കൂടെ കയറ്റി വിട്ട് അപ്പുറത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് വരും കയറ്. എന്നാലാണ് ഒരു സ്പ്രിംഗ് ആക്ഷൻ കിട്ടുള്ളൂ നമുക്ക്. അത് കഴിഞ്ഞ് ഈ സംഭവം ലാറ്റക്സും കെമിക്കലും സ്പ്രേ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഈ കാണുന്നത്. ലാറ്റക്സിന്റെ അകത്ത് പല കെമിക്കലും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ സ്പ്രേയിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലാറ്റക്സ് സ്പ്രേ ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ സെക്ഷനാണ് ഫുൾ ഡ്രയർ ആണ്. അതിനകത്ത് ഏകദേശം ഒരു 80 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. അത് ഇതിലെ കയറി മേളിൽ കറങ്ങി വരുമ്പോൾ അപ്പുറം ഡ്രൈ ആയിട്ട് വരണല്ലോ നമുക്ക്. ഒരു വലിയൊരു ഡ്രയർ ആണ്. അതെ, ഇതിന്റെ ബ്ലോവറും കാര്യമെല്ലാം ബാക്ക് സൈഡിലാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു 80 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പ്രേ ചെയ്ത ലാറ്റക്സ് എല്ലാം ഡ്രൈ ആവണല്ലോ. ഇതിന്റെ മറു സൈഡ് അടിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷീറ്റ് ആയിട്ട് ഇറങ്ങി വരും. അതിനുശേഷം നമ്മൾ പല ഡെൻസിറ്റി ഉണ്ട്. കോയിൽ തന്നെ 50 ഡെൻസിറ്റി പോലെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന 1 ഇഞ്ചിന്റെ 90 ഡെൻസിറ്റിയുടെ പ്രൊഡക്ഷനായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ലേയേഴ്സും ഇപ്പോൾ 5 ഷീറ്റ് 7 ഷീറ്റ് അതിന് പല ലേയേഴ്സ് ആഡ് ചെയ്യും. തിക്നെസ് കൂടാനും ഡെൻസിറ്റി കൂടാനും. അപ്പോൾ അതിനുശേഷം ഡ്രം പ്രസ്സിൽ കയറ്റി വിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സിങ് ചെയ്യും. അതിനുശേഷം മേളിൽ എക്സ്ട്രാ പിന്നെ ഒന്നോടെ നമ്മൾ ലാറ്റക്സ് സ്പ്രേ ചെയ്യും. ഹോട്ട് പ്രസ്സിൽ കയറുന്നതിന് മുമ്പ് ഹോട്ട് പ്രസ്സിൽ ഏകദേശം ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഹോട്ട് പ്രസ്. ഒന്നോടെ ടെമ്പറേച്ചറും ബാക്കി ക്വാളിറ്റിയും കാര്യം മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ ഒന്നോടെ അഡീഷണൽ ആയിട്ട് ലാറ്റക്സ് സ്പ്രേ ചെയ്യുന്നത്. ഇതിനുശേഷം ഇനി ഇത് ഹോട്ട് പ്രസ്സിട്ട് കയറുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏകദേശം 2 ഹോട്ട് പ്രസ് ഉണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു 30 പീസ് വെച്ച് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ഫാസ്റ്റ് വർക്ക് ഇവിടെ ഹൈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്കുണ്ട്. അപ്പൊ ഇതിന് ശേഷം ഇനി ഇത് ഇവിടെ ഇനിയാണോ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള അളവ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്? എന്നിട്ട് നമുക്ക് ഏത് അളവിനാന്ന് വെച്ചാൽ ഈ കട്ടിംഗ് മെഷീനിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത് റബ്ബറൈസ്ഡ് കോയറിന്റെ പ്രൊഡക്ഷൻ ആണ് കണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്ക് ക്വിൽറ്റിംഗ് യൂണിറ്റ് ഇട്ട് പോകാം. നമ്മുടെ അടുത്ത വിശാലമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ക്വിൽറ്റിംഗിന്റെ. ഒരു വലിയൊരു യൂണിറ്റ് ആണ് അല്ലേ? അതെ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ്. എല്ലാ ഡിവിഷനും സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ നമ്മുടെ ക്വിൽറ്റിംഗിൽ നമ്മുടെ മാട്രസിന്റെ മേളിൽ ഒരു ഫാബ്രിക്കിന്റെ ക്വിൽറ്റിംഗ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന യൂണിറ്റ് ആണ്. കസ്റ്റമേഴ്സിനനുസരിച്ച് ഏത് കളറിനോ ഏത് ഡിസൈനിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 2 ലെയറിന്റെ ഇപ്പൊ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലോത്തോടെ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ റോൾ ആയിട്ട് വരും. അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മേളിട്ട് അടുത്ത യൂണിറ്റ് ആയിട്ട് കൊണ്ടുപോകണം മാട്രസിന്റെ ഏരിയ ആയിട്ട്. നമുക്കിവിടെ എല്ലാ മോഡലും മാട്രസ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കൊയർ ഫോം, മെമ്മറി ഫോം, ലാറ്റക്സ് ഫോം, സ്പ്രിങ്ങിന്റെ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ 2 ടൈപ്പ് സ്പ്രിംഗ് ഉണ്ട്. ഒന്ന് പോക്കറ്റ് സ്പ്രിംഗും ഒന്ന് ബോണൽ സ്പ്രിംഗും. അതെല്ലാം നമ്മൾ 10 years വാറണ്ടിയും കൊടുക്കണം. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റീൽ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യണം നമ്മൾ ചെയ്യണത്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 സ്പ്രിംഗിന്റെതും? പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. അതിന്റെ സ്പ്രിംഗ് കാണുന്നില്ലേ, എല്ലാം ഇപ്പോൾ ഒരു പാർട്ണർ ഇവിടെ കിടന്നാലും അടുത്തുള്ള ആൾക്ക് ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ വരില്ല. ടച്ച് ചെയ്യുന്നില്ല. എല്ലാം ഇൻഡിവിജ്വൽ സ്പ്രിംഗ്സ് ആയിരിക്കും. ബോണൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. മെഷീനിൽ കണ്ടല്ലോ, അതുപോലെ ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഷേക്കിംഗ് കാണും. പിന്നെ അതിന്റെ മേളിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ മെമ്മറി ഫോം, ലാറ്റക്സ് ഫോം, അങ്ങനെ പില്ലോ ടോപ്പ് ഉള്ള രീതിയിൽ പല കോമ്പിനേഷനിലും ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ കംഫോർട്ട്, ലക്ഷറിയസ് ഫീലിംഗ്
ഫീലിംഗ് കിട്ടാൻ വേണ്ടി നമ്മുടെ മാട്രസിൽ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഫോമുകളാണ്. അത് നമുക്ക് ഇത് നമ്മുടെ ഓർത്തോപെഡിക് ഫോം റീബോണ്ടഡ് ഫോം ആണ്. നമ്മുടെ ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞ മാട്രസിന്റെ ബേസിൽ വന്ന ഐറ്റാണ് ഇത് പിന്നെ ലാറ്റക്സിന്റെ റീബോണ്ടഡ് എന്ന് പറഞ്ഞ ഐറ്റം. നമുക്ക് കേരളത്തിൽ വേറെ ആരും ചെയ്യണില്ല ഈ ഒരു പ്രൊഡക്റ്റ്. ലാറ്റക്സിന്റെ റീബോണ്ടഡ് നമ്മൾ മാത്രമേ അതിന്റെ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട് നമുക്കത്. അത് നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും. 10 years വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ മെമ്മറി ഫോം മാട്രസ് നമ്മുടെ ഇത് കണ്ടില്ലേ, ഇതിന്റെ ഒരു കംഫോർട്ട് ഒരു ആള് കിടക്കുകയാണെങ്കിൽ ആളുടെ ഷേപ്പിൽ ഇത് വരും. ഇത് കണ്ടില്ലേ ഈ രീതിയില്. ഇതൊക്കെ പ്രീമിയം മാട്രസിൽ യൂസ് ചെയ്യണ ഫോമുകളാണ്. പിന്നെ അടുത്ത് നമുക്ക് ലാറ്റക്സ് ഫോം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവം. നമ്മൾ ഹെയർ സർക്കുലേഷൻ കിട്ടും നല്ല രീതിയിൽ. ഇത് കണ്ടില്ലേ ഇതിന്റെ ഒരു എയർ പെട്ടെന്ന് ഒരു എയർ പുറത്തേക്ക് വരുന്ന ഫീൽ ചെയ്യണണ്ടില്ലേ. പരസ്യത്തിലൊക്കെ മുട്ടയൊക്കെ വെച്ച് കിടക്കണം. അതൊക്കെ ഈ ഒരു ടൈപ്പ് മാട്രസിലാണ്. ഇത് പിന്നെ വേറൊരു ടൈപ്പ് ഫോമാണ്. ഇത് ഏകദേശം 32 ഡെൻസിറ്റി വന്ന സൂപ്പർ സോഫ്റ്റ് ഫോമാണ്. നമ്മുടെ 5 years ഒക്കെ വാറണ്ടി കൊടുക്കുന്ന മാട്രസിന്റെ ടോപ്പ് യൂസ്. അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും. നമ്മൾ അപ്പുറം കൊയർ പ്ലാന്റിൽ കണ്ടില്ലായിരുന്നു, കൊയർ മാനുഫാക്ചറിങ് അതിന്റെ മാട്രസ് ആണ് ഇത്. ഓർത്തോപീഡിക് ആയിട്ടുള്ള റബ്ബറൈസ്ഡ് കൊയർ വെച്ചുണ്ടാക്കുന്ന ഒരു മാട്രസ് എക്സൽ പില്ലോ ടോപ്പ് എന്നാണ് പറയുന്നത്. 5 years വാറണ്ടി കൊടുക്കും. ഒരു സൈഡ് നല്ല ഹാർഡ് ആയിട്ടുള്ള റബ്ബറൈസ്ഡ് 90 ഡെൻസിറ്റി കൊയറാണ് യൂസ് ചെയ്തേക്കണേ. മറു സൈഡ് ഫോം ഇപ്പൊ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇതിന്റെ മേളിൽ ക്വിൽറ്റിംഗ് കാര്യങ്ങളും ഫോം എല്ലാം വരും ഓരോ ലേയേഴ്സ് ആയിട്ട്. ഒരു 10 minutes മതി ഒരു മാട്രസ് സ്റ്റിച്ചിങ് കഴിയാൻ വേണ്ടി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റിൽ പോകുന്ന ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മാട്രസ് ആണ്. ഇപ്പൊ ഹൈബ്രിഡിന്റെ ഒരു കാലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത എന്താണ് വരുന്നത്? ശരിക്കും പറഞ്ഞ 10 years വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. അത് 10 വർഷം വാറണ്ടി, എന്തുകൊണ്ടും റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കണം. അതുകൂടാണ്ട് വൺ സൈഡ് മെമ്മറി ഫോം യൂസ് ചെയ്യണം. നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബാക്ക് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടും. ഒരു സൈഡ് നല്ല സോഫ്റ്റും ബാക്ക് സൈഡ് ആണെങ്കിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള ഓർത്തോപെഡിക് ഫോം യൂസ് ചെയ്തേക്കുന്നത്. ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച ഫോം കിടക്കും. അതിന്റെ വ്യത്യാസം. നമ്മൾ അപ്പുറം കണ്ടില്ല സ്പ്രിങ്ങിന്റെ മാനുഫാക്ചറിങ്. അത് വെച്ച് ചെയ്യണ മാട്രസ് ആണ്. പോക്കറ്റ് സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് പോക്കറ്റ് സ്പ്രിംഗ് വെച്ചാണ്. ആക്ഷൻ കണ്ടില്ല, ഒരാൾ ഇവിടെ കിടന്നാലും അപ്പുറമുള്ള ആൾക്ക് ഒരു ഷേക്കിംഗ് ഒരു അനക്കൊന്നും കാണില്ല. ഇത് കണ്ടില്ലേ, ഒരു അനക്കവും വരില്ല. ഒരു പാർട്ട്ണർക്ക് വേറെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും വരില്ല ഈ ഒരു മാട്രസ്. 10 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ അതിന്റെ പില്ലോ ടോപ്പ് അടിക്കുന്ന ഒരു ഭാഗം, സ്റ്റിച്ചിങ്ങിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മറുഭാഗം നമ്മൾ ഇനി പില്ലോ ടോപ്പ്, എക്സ്ട്രാ ലെയർ, മെമ്മറി ഫോം അല്ലെങ്കിൽ ലാറ്റക്സ് ഫോം അല്ലെങ്കിൽ PU ഫോം, സൂപ്പർ സോഫ്റ്റ്, പല ലേയേഴ്സ് പല മോഡലുണ്ട് സ്പ്രിംഗിൽ തന്നെ. അതിന്റെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോ ഇവിടെ കണ്ടിരിക്കുന്നത് ലോറ എന്ന് പറയുന്ന ബ്രാൻഡിലാണ്. ഇതല്ലാതെ വേറെ ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 10ഓളം ബ്രാൻഡ് വേറെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ചില ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് അല്ലെങ്കിൽ ചില പാർട്ടികൾ പറയും നമുക്ക് ഈ ഒരു സ്പെസിഫിക്കേഷനിൽ അവരുടെ ബ്രാൻഡിൽ അടിച്ചു കൊടുക്കണം. അങ്ങനെ ഒത്തിരി പേർക്ക് ചെയ്ത് കൊടുക്കണം. പ്രമുഖ ഒത്തിരി ബ്രാൻഡുകൾക്ക് നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇനി പുറത്തുള്ളവരെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പം അവർക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. നിങ്ങൾ റെഡി ചെയ്യാം. നമുക്ക് അവരുടെ ബ്രാൻഡ് കാര്യങ്ങൾ ഏകദേശം ഒരു ഇനിഷ്യലായിട്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. അതിന്റെ ക്യാപ്പ് കാര്യങ്ങളെല്ലാം പ്രിന്റിംഗ് കോസ്റ്റ് മാത്രമേ ഫസ്റ്റ് വരുള്ളൂ. ബാക്കി വേറെ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും വന്നില്ല അതിന്റെ പുറമെ. ലോറയുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം റേറ്റ് വളരെ കുറച്ചിട്ട് റീസണബിൾ ആയ റേറ്റിലാണ് കിട്ടുന്നതാണ്. അത് നിങ്ങൾ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ എല്ലാം കണ്ടായിരുന്നല്ലോ, എല്ലാം കാട്ടി തന്നായിരുന്നു. പ്രൊഡക്ഷനിൽ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ലോറ ചെയ്യാറില്ല. നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കേണ്ട 1-2 റീസൺസ് ഉണ്ട്. ലോറ ഫാക്ടറി ടു ഡയറക്റ്റ് കസ്റ്റമേഴ്സിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ എല്ലാം ഡയറക്റ്റ് ഷോറൂംസ് ആണ്. ഏകദേശം ഒരു 55ഓളം ഷോറൂം നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പൊ എല്ലാം നമ്മുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ്സ് ആണ്, നേരിട്ടിട്ടാണ്. അപ്പൊ എല്ലാം ബില്ലിങ് കാര്യങ്ങൾ, ക്യാമറകൾ എല്ലാം സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് ഇവിടെ എല്ലാം ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. വേറെ ഞാൻ പറഞ്ഞ ഏകദേശം 10ഓളം ബ്രാൻഡുകളുണ്ട്. എല്ലാം അവരുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ അടിച്ചു കൊടുക്കും. അത് പുറത്ത് വേറെ ഉണ്ട്. അതുകൂടാണ്ട് തമിഴ്നാട്, ഹൈദരാബാദ്, ആന്ധ്ര അങ്ങോട്ടൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് എക്സ്പോർട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡെൻമാർക്കിട്ട്. പുറത്തേക്കുണ്ട്. ഓ അത് ശരി. ഇതിപ്പോ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ദൂര സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും? നമുക്ക് ഓൾ കേരള എവിടെയാണെങ്കിലും ഡെലിവറി ഫെസിലിറ്റി അവൈലബിൾ ആണ്. അങ്ങനെ പാർസലായിട്ട് നമ്മൾ ഏകദേശം ഇത്ര ഷോറൂമുള്ള ഷോറൂമിന്റെ അടുത്താണെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യും. അതുകൂടാതെ ലോങ് ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ ഷോറൂം ഇല്ലാത്ത ഏതെങ്കിലും ഏരിയ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാഴ്സൽ ചെയ്യും. വിത്തിൻ 3-4 ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യും. നമ്മൾ സിംഗിൾ ആയിട്ട് എത്ര ഒരു 10,000 എബോ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറിയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ കേരള എവിടെയാണെങ്കിൽ. ഫൈനലായിട്ട് എനിക്ക് അറിയേണ്ടത് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഏകദേശം ഒരു 499 മുതൽ ഏകദേശം 1 ലക്ഷം വരെയുള്ള മാട്രസുകളുണ്ട്. എന്ന് വെച്ചാൽ ഹോട്ടലുകളിട്ടുള്ളത്, ഹോസ്പിറ്റലുകളിട്ടുള്ളത്, ലോഡ്ജുകളിട്ട്, സ്റ്റുഡൻസിനുള്ളത്, പിന്നെ പ്രീമിയം ഹോം വീടുകളിട്ട് എല്ലാ റേഞ്ചിലുള്ള ഏകദേശം ലോ എൻഡ് പോലെ ഏറ്റവും പ്രീമിയം ഉള്ള കസ്റ്റമേഴ്സിനുള്ള ഒരു മാട്രസ് ലോറയിൽ ലഭിക്കും. ലോറ മാട്രസ് വാങ്ങിക്കാൻ 1 രൂപ പോലും മുടക്കണ്ട എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. 0 ഡൗൺ പേയ്മെന്റ്, 0 ഇൻട്രസ്റ്റിൽ ഓൾ കേരള ഏത് കസ്റ്റമേഴ്സാണെങ്കിൽ ബജാജിന്റെ EMI ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കും. 1 രൂപ നമ്മൾ മുടക്കണ്ട. 1 രൂപ പോലും മുടക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പ്രൈസിൽ അങ്ങനെ വ്യത്യാസം? ഏകദേശം 12,000 മുതലുള്ള ഏത് മാട്രസ് ആണ് നമുക്ക് ബജാജിന്റെ EMI ഫെസിലിറ്റി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ലോറയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം. എല്ലാ മോഡലും മാട്രസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏകദേശം ഒരു 15ഓളം മോഡലുകൾ അവൈലബിൾ ആണ് നമുക്ക്. ഇത് നമ്മുടെ ലോറയുടെ എക്സൽ പില്ലോ ടോപ്പ് എന്ന് പറഞ്ഞ ഓർത്തോപീഡിക്കിന്റെ ഒരു മാട്രസ്. കൊയറും
ഫോം തന്നെ, ഒരു സൈഡ് 90 ഡെൻസിറ്റി കൊയർ തന്നെ. അതുകൊണ്ട് ഒരു സൈഡ് നല്ല ഹാർഡ്, മറു സൈഡ് സൂപ്പർ സോഫ്റ്റ് ഫാനുണ്ട്, നല്ല സോഫ്റ്റ്. ഇതിന്റെ തന്നെ 3 വേരിയൻസ് ഉണ്ട്. മേളില് മെമ്മറി ഫോം വന്നതുണ്ട്, പിന്നെ ലാറ്റക്സ് തന്നെ മോഡലും ഉണ്ട്, പിന്നെ അതുകൊണ്ട് പില്ലോ ബെഡ്ഷീറ്റ് ഒക്കെ ഇതിന്റെ സൗജന്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതൊക്കെ ഇതിലൂടെ സൗജന്യമാണ്. ഇത് 5 years വാറണ്ടി ഉണ്ട്. പിന്നെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് നമ്മൾ ഫാക്ടറി കണ്ടായിരുന്നല്ലോ. ഹൈബ്രിഡിന്റെ 2 മോഡലാണ്. ഒന്ന് ഓർത്തോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 10 years വാറണ്ടി ഉണ്ട്, 7 inch തിക്നെസ് തന്നെ മാട്രസ് ഇത്. ഒരു സൈഡ് മെമ്മറി ഫോമും അതർ സൈഡ് റീബോണ്ടഡ് ഫോമും വന്നത്. അതുകൊണ്ട് നല്ല കംഫോർട്ട്, ഡ്യുവൽ കംഫോർട്ട് കിട്ടും. ഹൈബ്രിഡ് ആയിട്ടുള്ള മാട്രസും ആണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് വന്നെന്ന് വെച്ചാൽ ഹൈബ്രിഡിന്റെ തന്നെ ലാറ്റക്സ് തന്നെ ഒരു വെറൈറ്റി ആണ് ഇത്. ഇതിനും 10 years വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്ത ഇത് നമ്മുടെ ലോറയുടെ സ്റ്റാർട്ടിംഗ് മോഡലായിട്ട് ഇതിന് 1 year വാറണ്ടി ഉണ്ട്. ഇത് 1 സൈഡ് സോഫ്റ്റും അതർ സൈഡ് കൊയറും തന്നെ, ഒരു സൈഡ് കൊയറും ഒരു സൈഡ് ഫോമും ആണ് വന്നത്. പിന്നെ അടുത്ത മോഡൽ എന്ന് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിന്റെ ടോപ്പിൽ സൂപ്പർ സോഫ്റ്റ് ഫോമാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡിൽ 90 ഡെൻസിറ്റി റബ്ബറൈസ്ഡ് കൊയറാ. ഒരു സൈഡ് തൊട്ട് നോക്കി നല്ലൊരു സോഫ്റ്റ് കിട്ടും, ബാക്ക് സൈഡ് നല്ലൊരു ഹാർഡ് ബാക്ക് സപ്പോർട്ട് കിട്ടാവുന്ന രീതിയിൽ ഇത് നല്ല രീതിയിൽ പോണ ഒരു എക്കണോമി റേഞ്ചിൽ തന്നെ മാട്രസ് ആണിത്. പിന്നെ 3 years വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 3 years വാറണ്ടി. ഓരോ ബെഡിനും ഓരോ രീതിയിലാണ്. ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് അതിന്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം ഫാബ്രിക് ആണെങ്കിലും മറ്റേനേക്കാൾ നല്ല ഡിഫറൻസ്. ഇത് നെറ്റഡ് ഫാബ്രിക് തന്നെ, ബെൽജിയം ഇമ്പോർട്ടഡ് ക്ലോത്ത് യൂസ് ചെയ്യണം. പിന്നെ സ്പ്രിങ്ങിന്റെ നമ്മൾ കണ്ടായിരുന്നില്ല പല മോഡൽ. ഇത് നമ്മുടെ ബോണൽ സ്പ്രിങ്ങിന്റെ അത് പില്ലോ ടോപ്പ് തന്നെ ആയിട്ടാണ്. ഇതൊക്കെ ശരിക്കും 8 inch നമ്മൾ പറഞ്ഞു കൊടുക്കണം, പക്ഷെ ടോട്ടൽ ഒരു ഫിനിഷിംഗ് 10 inch കിട്ടും. ഇതിനൊക്കെ 10 years വാറണ്ടിയോടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റിസോർട്ട് ഹോട്ടലുകളിട്ടൊക്കെ കൂടുതൽ പോകുന്ന ഒരു ഐറ്റം. ലോറ മാട്രസ് കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള റോയ് സാറാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. സാർ, ഈ ലോറയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഇത് ഏകദേശം ഒരു 23 വർഷം മുമ്പ് കാർപോർച്ചിൽ നിന്ന് തുടങ്ങിയൊരു സംഭവമാണ്. അന്ന് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 25 രൂപയുടെ ഒരു പില്ലോ, ഒരു 250 രൂപയുടെ ഹോസ്റ്റൽ ബെഡ്, ഇതിലായിരുന്നു തുടക്കം. അതിപ്പോൾ വളർന്ന ഏകദേശം 54 ഷോറൂമുകളോടെയായി കോടികൾ ടേൺ ഓവറുള്ള ഒരു സംഭവമായി ഇത് അതേ രീതിയിൽ വളർന്നിരിക്കുന്നു. മൂത്തവൻ റോഷാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ചാർജുകൾ നോക്കുന്നത്. ഇളയാള് റീബു ഇതിന്റെ മാർക്കറ്റിംഗ് സെഷൻ നോക്കുന്നു. ഞങ്ങളൊരു ടീമായി ഇത് മുന്നോട്ട് പോകുന്നു. ലോറയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഷോറൂമുകൾ 54 എന്നുള്ളൊരു 100 എന്നുള്ളൊരു നമ്പറിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഷോറൂമുകളില്ലാത്ത ജില്ലകളിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം. പിന്നെ എക്സ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്, അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വികസിപ്പിക്കണം. പിന്നെ പുതിയതായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്കിപ്പോൾ ഓർഡർ അനുസരിച്ച് സാധനം കൊടുക്കാൻ പറ്റുള്ളത്. കാരണം പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് പുതിയതായിട്ടുള്ള പരിപാടികൾ. വലിയൊരു യൂണിറ്റ് കൂടി വരാൻ പോവാണ്. വലിയൊരു പ്രൊഡക്ഷൻ പണി തുടങ്ങിക്കഴിഞ്ഞു, അത് അടുത്ത മാസത്തോടെ തീരും. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കത് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങൾ. ഈ കാണുന്ന കൊയറും അതേപോലെ തന്നെ ഫോമും, പല ടൈപ്പ് ഫോമും വെച്ചിട്ട് മാട്രസ് എങ്ങനെ നിർമ്മിക്കുന്നു, ഇത് എത്രമാത്രം ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, എത്ര പ്രൈസ് റേഞ്ചിൽ വരെ ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും, ആ പ്രൈസ് കുറയ്ക്കാനും സാധാരണക്കാരിലേക്ക് എങ്ങനെ ലോറ മാട്രസ് എത്തിക്കാൻ പറ്റും, ഹൈ റേഞ്ചിലുള്ള ആളുകളിലേക്കും, അതേപോലെ തന്നെ നമ്മുടെ റിസോർട്ടുകളാണെങ്കിലും ഹോസ്റ്റൽസ് ആണെങ്കിലും കോളേജുകളാണെങ്കിലും വീടുകളിലാണെങ്കിലും എവിടെയും ഈ ഒരു മാട്രസ് എങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ലോറ മാട്രസിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.